എനിക്കെന്താ തോന്നുന്നറിയോ, നിന്റെ അച്ഛനുണ്ടല്ലോ കുടിച്ചത് മതിയാവാതെ ആത്മാവായി എഴുന്നേറ്റ് വന്ന് കുടിച്ചിട്ട് പോയതാവും. വായി തോന്നി വിളിച്ചു പറയല്ലേ. മരുമോനെ എന്നെ ഒറ്റയ്ക്ക് വിട്ടിച്ച് പോവല്ലേ മരുമോനെ, എനിക്ക് പേടിയാടാ. മാമന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് പേടിയാവുക. വിട്ടെ. എടാ മരുമോനെ. നീ ഇതൊക്കെ ഞങ്ങള് ഖുഷിയിൽ തന്നെ കണ്ടതാ. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഷൂട്ട് ചെയ്ത് നിന്റെ ഫ്രണ്ട്സിനെ കാണിക്കൂ. ഞാൻ വിചാരിച്ചില്ല അവരുടെ വീട്ടിൽ സമ്മതിക്കുമെന്ന്. നിന്റെ പേര് വിട്ടല്ലോ. എന്നാ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതെന്താടാ ഒരു റൂമോ? എടാ റൂം ഷോർട്ടേജ് ആണ്. ഷോർട്ടേജ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതോ? അതെ, നിങ്ങളല്ലടാ ലവേഴ്സ്, നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരോട് എങ്ങനെ ചോദിക്കൂടാ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത്രയും സുന്ദരനായ ചെറുപ്പക്കാരൻ കൂടെ ഉള്ളപ്പോ മധുവിന് എന്തെങ്കിലും തോന്നിയാലോ? നിനക്ക് തോന്നാതിരുന്നാ മതി. ഫ്രണ്ടിന്റെ കല്യാണം പോണ്ടിച്ചേരി രജിസ്റ്റർ ഓഫീസിൽ വെച്ചത് മുതൽ ഇവിടെ റൂം ഷോർട്ടേജ് ആയതുവരെ നിങ്ങളുടെ പ്ലാനാന്ന് എനിക്കറിയാം. ഇവന് 6 പാക്സ് ഉണ്ടാവാം, പക്ഷെ എനിക്ക് കൺട്രോൾ കൂടുതലാ. കൂടുതൽ തന്നെ പ്ലാനിങ് ഒക്കെ കൂടുതൽ. വരുന്ന വഴിക്ക് ഞാൻ നിന്നോട് പറഞ്ഞതില്ലടാ, എനിക്ക് എന്റെ മധുവിനെ നന്നായിട്ട് അറിയാം. ഞാൻ ഡോക്ടറാ, അറിയാലോ. ഇങ്ങനെ കീറി തയ്ച്ചു കളയും. എന്തുവാടേ നിന്റെ പെണ്ണ് ടൈലറിനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇതിന് ഇത്ര വലിയ പ്ലാൻ എല്ലാം ഓക്കെ. രാവിലെ ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രം പറയരുത്, പിന്നെ ദേഷ്യം ഉണ്ടാവും. നന്ദു ഡബിൾ ബെഡ് എന്നല്ലേ പറഞ്ഞത്? എന്താ നീ വന്നപ്പോ കണ്ടില്ലേ? കിങ് സൈസ് ബെഡാ, വലിയ ബെഡാ. നീ ഇവിടെ കിടന്നോ? നീ എവിടെ കിടക്കും? ബെഡിൽ തന്നെ. അപ്പൊ ഞാൻ? നീ എന്റെ അടുത്ത് കിടന്നോ? നോ ചാൻസ്. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നന്ദുനെ വിളിച്ച് നടുക്ക് കിടക്കാൻ പറയാം. നീ ഇവിടെ കിടന്നോ, ഞാൻ മിണ്ടാതെ ഇവിടെ കിടന്നോളാം. ഓക്കെ അല്ലേ? നിനക്കിനി എന്താ വേണ്ടത്? ക്രിമിനൽ ആടാ നീ, എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. നിനക്കറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഇതൊക്കെ തെറ്റാ. നിനക്കറിയില്ലേ, നമ്മളിപ്പോ 21st സെഞ്ചുറിയിലാണ്. ഒരു പെണ്ണും ഒരു പയ്യനും ഒരേ ബെഡില് അടുത്തടുത്ത് കിടക്കുന്നത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡാ നീ ആരാന്ന് എനിക്കറിയാം, ഞാൻ ആരാണെന്ന് നിനക്കും അറിയാം. ഈ ഓവർ ആക്ടിംഗ് ഒക്കെ നിർത്തുന്നതാ നല്ലത്. ഞാൻ താഴെ കിടന്നോളാം, നീ മേളിൽ കിടന്നോ. എന്നാ ശരി, ഇത് വെച്ചോ, നീ താഴെ തന്നെ കിടന്നോ. ഡാ ഇതൊക്കെ ഖുഷിയില് തന്നെ കണ്ടതാ. വിശ്വസിച്ച് വന്നതിന്റെ ശേഷം തറയില് കിടത്തിയത്. ഇതിലും ഭേദം നീ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നതാ. പോയടാ നീ.